കോടതി വിധിയിൽ സന്തോഷമെന്ന് മറിയക്കുട്ടി. പണമില്ലാതെയാണോ മന്ത്രിമാർ വിനോദയാത്ര നടത്തുന്നത്? നവകേരള സദസ് കൊണ്ട് ഒരു പട്ടിക്ക് പോലും ബിസ്ക്കറ്റ് കിട്ടിയില്ല എന്നും ന്യൂസ് 18 സ്പെഷ്യൽ ഡിബേറ്റിൽ മറിയക്കുട്ടി പ്രതികരിച്ചു. പെട്രോളിന്റെ കാശുണ്ടല്ലോ, ഒരു ലിറ്ററിൽ 2 രൂപ വെച്ച് പെൻഷൻ മേടിക്കണ്ട്. ഞങ്ങളുടെയൊക്കെ നികുതി പണം മേടിക്കണ്ട്. ഇവരുടെ വീട്ടിൽ നിന്ന് ഒന്നും കൊണ്ടുപോകണ്ട. അത് ഇന്ന് തന്നാ മതി. ഞങ്ങൾക്ക് ജനങ്ങൾക്ക് ഇഷ്ടം പോലെയുണ്ട്. ഗവൺമെന്റും കൊടുക്കണ്ട്, കേന്ദ്രവും കൊടുക്കണ്ട. അത് ഇവരുടെ ഉല്ലാസനല്ല, ജനക്കും കൂടെ കൊടുക്കാനാ കോടതി കേന്ദ്രം കൊടുക്കണേ. അത് ഇവരെന്തിനാ വിനോദയാത്രയ്ക്ക് ഉപയോഗിക്കണേ? അതിന്റെ ആവശ്യം എന്നാ? ഒരു പട്ടിക്ക് പോലും ഉപകാരമില്ല ഇവരുടെ വിനോദയാത്രയ്ക്ക്. ഒരു ബിസ്ക്കറ്റ് പോലും പട്ടിക്ക് കിട്ടണില്ല. ഇവരാർക്ക് വേണ്ടിയാ വിനോദയാത്ര നടത്തുന്നത്? ജനങ്ങൾക്ക് ആവശ്യമില്ല. ജനങ്ങൾക്ക് ഒരു ഉപകാരമല്ല, ഉപദ്രവമല്ല, തല്ലുകൊള്ളുക പിള്ളേരില്ല. ഇവരാർക്ക് വേണ്ടിയാ വിനോദയാത്ര നടത്തിയ? ഒരു റേഷൻ ഇല്ല ഞങ്ങൾക്ക്, ഈ പറഞ്ഞ ഒരു വസ്ത്രമില്ല, ഒരു ആഹാരവും ഇല്ല, ഈ പറഞ്ഞ ഒന്നുമില്ല. അപ്പൊ ഇവരാർക്ക് നടത്തണം? ഈ പെൻഷൻ ഇല്ലെങ്കിൽ ഇവർ ഇറങ്ങിപ്പോട്ടെന്നേ. ഇവരോട് ആരാ അവിടെ ഇരിക്കാൻ പറയണേ? ഈ പിണറായി ഇറങ്ങിപ്പോട്ടെ. അവരെ ഇരിക്കണ്ടേ? ഇറങ്ങിപ്പോട്ടെ. ഇവിടെ ഭരിക്കാൻ ആമ്പിള്ളേരുണ്ടെന്നേ, ഇയാൾ പോട്ടെ. ഈ സർക്കാർ പറയണ ഒരു മനുഷ്യൻ പോയിട്ട് ഒരു മൃഗങ്ങൾ വരെ വിശ്വസിക്കുകയല്ലോ. മൃഗങ്ങൾ ഈ പിണറായിനെ ആരും വിശ്വസിക്കും? ലോകത്തെ ഒരു പട്ടി പോലും വിശ്വസിക്കുകയല്ലോ. അയാളുടെ വാ തുറന്ന കാലം നുണയല്ലേ? അയാൾക്കിടെ ജോലി ഗുണ്ടപ്പണിയാ. കണ്ടില്ല പിള്ളേരൊക്കെ അടിച്ചു വായിക്കടി മൂക്കിടി ചോര ഒഴുക്കി. അത് അതൊക്കെ നിത്യത്തുള്ള ഈ കമ്പനിക്കാരുടെ നിത്യത്തുള്ളത്. അവരുടെ സ്ഥിരം ജോലി അതാ. ഫണ്ട് വരാറ്, വക്കറ്റ് തിരുവ്, കടകള് തകർക്കല്, മീൻ പാര്, എവിടെയെങ്കിലും 1 കിലോ മീൻ വെച്ചിട്ടുണ്ട് അത് കൈയിട്ട് വാരല്, അത് തല്ലിപ്പൊളിക്കല്. ഇവർക്ക് പാരമ്പര്യ ജോലി അത്. ഇവരുടെ ഈ സി പി എമ്മിന്റെ പാരമ്പര്യ ജോലി അത്. പിന്നെ ഇവർക്ക് ഇല്ലാവന്നെ എങ്ങനെ? ഇവരാർക്ക് വേണ്ടി ഈ വിനോദയാത്ര നടത്തിയേ? ഈ പിണറായിക്ക് ആമയുടെ ഓട്ടി കൊണ്ട് കുപ്പായം തയ്ച്ചേക്കുമല്ലേ? നാണം കെട്ടവൻ. ഈ പിണറായി നാണം കെട്ടവൻ. ഇതുപോലെ ഒരു മുഖ്യമന്ത്രിനെ ഞാൻ ജനിച്ചിട്ട് കണ്ടിട്ടില്ല. ഇതുപോലെ ഒരു മുഖ്യമന്ത്രി, ഇത്ര വൃത്തിയായിട്ടുള്ള മുഖ്യമന്ത്രിനെ ഞാൻ ജനിച്ചിട്ട് കണ്ടിട്ടില്ല. ഇത്രയും പ്രായത്തിനാണ് പിണറായിനെ കഴിഞ്ഞ് മൂത്തയാൻ. ഇതുപോലെ വൃത്തിയായിട്ടവനെ കണ്ടിട്ടില്ല. ഇത്രയും കാലമാണോ പറയാൻ? ഇത്രയും നാണം കെട്ടവൻ. രാവിലെ മറിയക്കുട്ടിയുടെ ഹർജിയിൽ സർക്കാരിന് ഹൈക്കോടതിയുടെ വിമർശനമാണ് ഉണ്ടായത്. മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകിയേ തീരുവെന്ന് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ പറഞ്ഞു. ആഘോഷങ്ങളൊന്നും സർക്കാർ വേണ്ടെന്ന് വയ്ക്കുന്നില്ല, അതുകൊണ്ട് കയ്യിൽ പണമില്ലെന്ന് സർക്കാർ പറയരുതെന്നും കോടതി പറഞ്ഞു. മന്ത്രിസ്ഥാനം 1 മാസം നീട്ടിക്കിട്ടിയത് ബോണസ് എന്ന് മന്ത്രി ആന്റണി രാജു. 2.5 വർഷം കഴിഞ്ഞാൽ മാറുമെന്നുള്ളത് മുൻധാരണയാണ്. 24-നുള്ള ഇടതുമുന്നണി യോഗം കാര്യങ്ങൾ തീരുമാനിക്കുമെന്നും ആന്റണി രാജു ന്യൂസ് 18നോട് പറഞ്ഞു. 24-ാം തീയതി LDF ഉണ്ട്. ഇത് നേരത്തെയുള്ള ധാരണയാണ്. 2.5 വർഷക്കാലമാണ് ഞങ്ങൾക്കുള്ളത്. കാലാവധി ഞാൻ പൂർത്തിയാക്കി ഇപ്പോൾ 1 മാസം പിന്നിടുകയാണ്. യഥാർത്ഥം എനിക്ക് എക്സ്റ്റൻഷൻ ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ്. ബോണസാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും ഒരു കാലാവധി നിശ്ചയിച്ചിട്ടുണ്ടല്ലോ. എന്നെ സംബന്ധിച്ചിടത്തോളം കാലാവധി നീട്ടിയിരിക്കുകയാണ്. പക്ഷേ LDF 24-ാം തീയതി എന്താ തീരുമാനം എടുക്കുന്നു? ആ തീരുമാനം എല്ലാവർക്കും ബാധകമാണല്ലോ. ഞങ്ങളും കൂടെ എടുത്ത തീരുമാനമല്ലേ. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തിരുവനന്തപുരം നഗരത്തിൽ MLA ആയി തുടരുകയാണ്. അപ്പോൾ മന്ത്രിയായിരിക്കുന്നത് MLA ആയിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ വലിയ വ്യത്യാസമൊന്നും ഞാൻ കാണുന്നില്ല. ഏതായാലും പിന്നെ LDF എന്ത് തീരുമാനം എടുത്താൽ അതെനിക്ക് ബാധകമാണ്, എല്ലാവർക്കും ബാധകമാണ്. ഗുസ്തി ഫെഡറേഷൻ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ ഗുസ്തി താരങ്ങൾക്ക് അതൃപ്തി. വികാരഭരിതരായി താരങ്ങൾ. സഞ്ജയ് സിംഗ് അധ്യക്ഷനായാൽ ഗുസ്തി ഉപേക്ഷിക്കുമെന്ന് സാക്ഷി മാലിക് കരഞ്ഞുകൊണ്ട് പ്രഖ്യാപിച്ചു. സഞ്ജയ് സിംഗ് ബ്രിജ്ഭൂഷന്റെ അനുയായിയും ബിസിനസ് സുഹൃത്തുമാണെന്നും സഞ്ജയ് സിംഗിന് കീഴിൽ താരങ്ങൾ സുരക്ഷിതരാകില്ലെന്നും സാക്ഷി മാലിക്കും വിനേഷ് ഫോഗട്ടും അഭിപ്രായപ്പെട്ടു. ഒരു വനിത അധ്യക്ഷയാകണമെന്നാവശ്യപ്പെട്ടിരുന്നുവെങ്കിലും അത് അംഗീകരിക്കപ്പെട്ടില്ലെന്നും താരങ്ങൾ പറഞ്ഞു. ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ തെരഞ്ഞെടുപ്പിൽ മുൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന്റെ പാനലിന് ജയം. പാനലിൽ നിന്നുള്ള സഞ്ജയ് സിംഗ് പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു. 40 വോട്ടുകൾക്കാണ് സഞ്ജയ് സിംഗ് തെരഞ്ഞെടുക്കപ്പെട്ടത്. ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിനെതിരെ ലൈംഗിക അതിക്രമ ആരോപണം നടത്തിയ താരങ്ങളുടെ പിന്തുണയോടെ അനിത ഷെറോണായിരുന്നു എതിർ സ്ഥാനാർത്ഥി. പോലീസ് ആസ്ഥാനത്തേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. KSU പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിചാർജ് നടത്തി. സംഘർഷത്തിൽ മാത്യു കുഴൽനാടൻ MLAയ്ക്കും നിരവധി പ്രവർത്തകർക്കും പരിക്കേറ്റു. അതിനിടെ പോലീസിനു നേരെ പ്രവർത്തകർ മുട്ടയെറിഞ്ഞു. മുട്ടയിൽ മുളകുപൊടി ഉണ്ടായിരുന്നുവെന്നും ആരോപണമുണ്ട്. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ അടക്കമുള്ള പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. തലസ്ഥാന നഗരിയെ യുദ്ധക്കളമാക്കി മാറ്റിയ യൂത്ത് കോൺഗ്രസ്
സെക്രട്ടേറിയറ്റ് മാർച്ചിന് പിന്നാലെയാണ് സമാന വിഷയം ഉന്നയിച്ചുകൊണ്ട് KSU സംസ്ഥാന കമ്മിറ്റിയും DGP ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. KPCC ആസ്ഥാനത്ത് നിന്ന് മാത്യു കുഴൽനാടൻ MLA നേതൃത്വത്തിലായിരുന്നു KSU പ്രവർത്തകർ DGP ഓഫീസിന് സമീപത്തേക്ക് എത്തിയത്. ആൽത്തറ ജംഗ്ഷനിൽ ബാരിക്കേഡ് തീർത്ത് പ്രതിഷേധക്കാരെ പോലീസ് തടഞ്ഞു. മാത്യു കുഴൽനാടൻ MLA ഇതുമായി ബന്ധപ്പെട്ട മാർച്ച് ഉദ്ഘാടനം ചെയ്തതിന് തൊട്ടു പിന്നാലെ പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിൽ കയറി പോലീസിനെതിരെ മുദ്രാവാക്യം മുഴക്കി. 2 തവണ ജലപീരങ്കി പ്രയോഗിച്ച് പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് ശ്രമിച്ചു. അതിനിടെ KSU പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് പോലീസിന് നേരെ മുട്ടയെറിയുകയും കമ്പുകൾ വലിച്ചെറിയുകയും ചെയ്തതോടെയാണ് സംയമനത്തിന്റെ പാത പിടിഞ്ഞ് പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തി ചാർജിലേക്ക് കടന്നത്. ശക്തമായ ലാത്തി ചാർജിൽ നിരവധി KSU പ്രവർത്തകർക്ക് പരിക്കേറ്റു. വനിതാ പ്രവർത്തകർക്ക് ഉൾപ്പെടെയാണ് കാലിനും തലയ്ക്കും ചെവിക്കും പരിക്കേറ്റത് എന്നാണ് KSU നേതൃത്വം വ്യക്തമാക്കുന്നത്. അതിൽ KSU നേതാവ് അമലിന്റെ പരിക്ക് സാരമുള്ളതാണ് എന്നും KPCC നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരെ ജനറൽ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. ചില പോലീസ് ഉദ്യോഗസ്ഥർക്കും ഈ സംഘർഷത്തിനിടയിൽ പരിക്കേറ്റതായാണ് വിവരം. അതിനിടയിൽ CITU പ്രവർത്തകരും KSU പ്രവർത്തകരും തമ്മിൽ ആൽത്തറ ജംഗ്ഷനിൽ നേർക്കുനേർ പോർവിളിക്കുന്ന സാഹചര്യവുമുണ്ടായി. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട ആൽത്തറ ജംഗ്ഷനിൽ സ്ഥാപിച്ചിരുന്ന ഫ്ലക്സ് ബോർഡുകൾ KSU പ്രവർത്തകർ അടിച്ചു തകർത്തതുമായി ബന്ധപ്പെട്ടായിരുന്നു CITU നേതാക്കളുമായുള്ള തർക്കം. പോലീസ് ഏറെ പണിപ്പെട്ടാണ് പ്രവർത്തകരെ ഇവിടെ നിന്ന് നീക്കിയത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം സ്ഥലത്തെത്തി നിരവധി തവണ മുതിർന്ന നേതാക്കളുമായി സംസാരിച്ചതിന് ശേഷമാണ് പ്രതിഷേധക്കാർ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയത്. എന്തായാലും തുടർച്ചയായി 2ാം ദിവസമാണ് പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയെ കരിങ്കൊടി കാണിക്കുന്നതുമായി ബന്ധപ്പെട്ട പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിപക്ഷ യുവജന സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടക്കുന്നത്. സമാനമായ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് 23-ാം തീയതി KPCCയുടെ നേതൃത്വത്തിലും DGP ഓഫീസിലേക്ക് മാർച്ച് നടത്താനാണ് പാർട്ടി നേതൃത്വത്തിന്റെ തീരുമാനം. DGP ഓഫീസിലേക്ക് KSU നടത്തിയ മാർച്ചിന് നേരെയുള്ള പോലീസ് നടപടി നരനായാട്ടെന്ന് KPCC അധ്യക്ഷൻ K. സുധാകരൻ. KSU പ്രവർത്തകർക്ക് നേരെ പോലീസ് നടത്തിയത് തെമ്മാടിത്തരമാണ്. പ്രതിഷേധക്കാരുടെ തലയ്ക്കടിച്ചു വീഴ്ത്താൻ നിർദ്ദേശം നൽകിയത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ്. കലാപാഹ്വാനം നടത്തി മുഖ്യമന്ത്രിക്കെതിരെ കേസെടുക്കുന്നതിന് പകരം കുട്ടികളെ സംരക്ഷിക്കാൻ തെരുവിലിറങ്ങിയ പ്രതിപക്ഷ നേതാവിനെതിരെ കേസെടുത്തത് വിരോധാഭാസമാണ്. കോൺഗ്രസ് കണക്ക് ചോദിക്കാനിറങ്ങുമ്പോൾ ഇതേ വീര്യം അപ്പോഴും പോലീസ് കാട്ടണം. പിണറായിയുടെ പാദസേവ ചെയ്യുന്ന പോലീസുകാർക്ക് അർഹിക്കുന്ന കൂലി എന്തായാലും കോൺഗ്രസ് നൽകുമെന്നും K. സുധാകരൻ പറഞ്ഞു. നവകേരള യാത്രയ്ക്ക് മുന്നോടിയായി വെഞ്ഞാറമൂട്ടിൽ കരുതൽ തടങ്കലിൽ വെച്ച് പ്രവർത്തകരെ മോചിപ്പിക്കാനെത്തിയ കോൺഗ്രസുകാരെ ഡിവൈഎഫ്ഐക്കാർ മർദ്ദിച്ചതായി പരാതി. വെഞ്ഞാറമൂട് മണ്ഡലം പ്രസിഡന്റ് നെല്ലനാട് ഹരിക്ക് മർദ്ദനമേറ്റതായാണ് പരാതി. കരുതൽ തടങ്കൽ അറിഞ്ഞ് സ്റ്റേഷനിലെത്തിയ കോൺഗ്രസ് പ്രവർത്തകരെയും കസ്റ്റഡിയിലെടുത്തു. 11ഓളം പേരെയാണ് വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പ്രതിപക്ഷ നേതാവ് കലാപമുണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി. പ്രതിപക്ഷ നേതാവ് പറഞ്ഞ വാക്കുകൾ അന്വർത്ഥമാക്കാനുള്ള നീക്കത്തിലാണ് യൂത്ത് കോൺഗ്രസും KSU. നിർഭാഗ്യവശാൽ പ്രതിപക്ഷ നേതാവ് തന്നെ കലാപാഹ്വാനം നടത്തുകയാണല്ലോ. അടിക്കുമെന്ന് ആവർത്തിച്ച് പറയുന്ന നിലയാണല്ലോ ഇന്നലെ കണ്ടത്. അതൊന്നും ഒരു സാധാരണ ഇത്തരമൊരു സ്ഥാനത്തിരിക്കുന്ന ആളിൽ നിന്ന് നമ്മുടെ സമൂഹം പ്രതീക്ഷിക്കുന്നതല്ലാതെ. അപ്പോൾ എന്തെല്ലാം ചെയ്തിട്ടും അവരുദ്ദേശിച്ച ഫലം കാണുന്നില്ല എന്ന് വരുമ്പോൾ കൂടുതൽ നിരാശയിലേക്ക് പോകുന്നു. അതിൻ്റെ ഭാഗമായുള്ള അവർ തന്നെ സ്വയം പ്രകോപിതരാകുന്നു. ആരും വേറെ പ്രകോപനം സൃഷ്ടിച്ചതല്ല. കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അവർ കൂടുതൽ പ്രകോപിതരാകുകയാണ്. അതിന് ഇതല്ല പ്രതിവിധി എന്നത് അവർ ഓർക്കണമെന്ന് മാത്രമേ പറയാനുള്ളൂ. VD സതീഷിനെതിരെ വിമർശനവുമായി മന്ത്രി മുഹമ്മദ് റിയാസ്. VD സതീശൻ ഡയലോഗ് അടിക്കുക മാത്രമാണ് ചെയ്യുന്നത്. സോഷ്യൽ മീഡിയയിൽ കയ്യടി കിട്ടാൻ വേണ്ടി മാത്രമാണ് സതീശന്റെ നീക്കമെന്നും റിയാസ് ന്യൂസ് 18നോട് പറഞ്ഞു. വെറും ഡയലോഗാണെന്ന്. ഇന്ന് പറയുന്നതല്ല നാളെ പറയാം, ഇന്നലെ പറയുന്നതല്ല ഇന്ന് പറയാം. വെറും അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തിൻ്റെ പക്വതയോടുകൂടി കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. അതിൻ്റെ പ്രശ്നമാണ്. കയ്യടി കിട്ടാനോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ കുറച്ച് മ്യൂസിക് ഇട്ട് ഡയലോഗ് പോകാൻ കുറച്ച് യൂത്ത് കോൺഗ്രസ്സുകാരെ തയ്യാറാക്കി വെക്കുന്നതിന് വേണ്ടിയിട്ടല്ലല്ലോ പ്രതിപക്ഷ നേതാവ് പ്രവർത്തിക്കേണ്ടത്. പക്വമായി പ്രവർത്തിക്കേണ്ടേ. നവകേരള സദസ്സ് അതിൽ പങ്കെടുക്കണം എന്ന് ആദ്യം നിശ്ചയിച്ചിരുന്നെങ്കിൽ എവിടെ എത്തുമായിരുന്നു? ആ നിലപാട് ജനങ്ങൾ 2 കൈ നീട്ടി സ്വീകരിക്കുകയായിരുന്നു. ചാൻസലർ വിഷയം ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ സിലബസുകളിൽ കാവ്യവൽക്കരണം കൊണ്ടുവരുന്നത് പോലെ കേരളത്തിലും കൊണ്ടുവരാൻ അനുവദിക്കില്ല
ഇതിൽ സർക്കാരിനോടൊപ്പമാണ് നിലപാടെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞിരുന്നെങ്കിൽ ജനപിന്തുണ കൂടുതൽ ചെയ്യുക. ഇങ്ങനെയുള്ള നിലപാടൊന്നും സ്വീകരിക്കാതെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രഖ്യാപിത നയത്തിന് വിരുദ്ധമായി അന്ധമായ അധികാരക്കൊതി മൂത്തതിൻ്റെ ഭാഗമായി ഇനിയൊരു കാലത്തും കേരളത്തിൽ അധികാരത്തിൽ വരില്ല എന്ന നിരാശയുടെ ഭാഗമായി LDF സർക്കാരിനെതിരെ BJP ആഗ്രഹിക്കുന്നത് പോലുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് കേരളത്തിലെ പ്രതിപക്ഷം. നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട മുഴുവൻ അക്രമങ്ങളുടെയും ഉത്തരവാദി മുഖ്യമന്ത്രിയെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഏത് കേസെടുത്താലും ഒന്നാം പ്രതി മുഖ്യമന്ത്രിയാണ്. സഹി കെട്ടപ്പോഴാണ് അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞതെന്നും വി.ഡി. സതീശൻ കോഴിക്കോട് പ്രതികരിച്ചു. അപ്പൊ എല്ലായിടത്തും കല്യാശ്ശേരി മുതൽ കൊല്ലം വരെ നടന്ന അക്രമം നിങ്ങൾക്കറിയാം. 2 കാലുകളും ഇല്ലാത്ത നിലത്തുകൂടി ഇങ്ങനെ ഇഴഞ്ഞു പോകുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഭിന്നശേഷിക്കാരനായ അജിമോനെ വരെ ക്രൂരമായി മർദ്ദിച്ചു. ഞങ്ങളിത് എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സഹി കെട്ടപ്പോഴാണ് ഞങ്ങൾ പറഞ്ഞത് അടിച്ചാൽ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞു. സഹി കെട്ടപ്പോൾ ക്ഷമയുടെ നെല്ലിപ്പലകം മുഴുവൻ കണ്ട് സഹി കെട്ടപ്പോഴാണ് പറഞ്ഞത്. കാരണം ഈ എല്ലാ ദിവസവും കുഞ്ഞുങ്ങൾ തല്ലുകൊണ്ട് ആശുപത്രി കിടക്കുകയാണ്, ക്രൂരമായി ആക്രമിക്കുകയാണ്. മഹാരാജാവ് എഴുന്നള്ളുന്നത് പോലെ എഴുന്നള്ളാണ് മുഖ്യമന്ത്രി. ഒരാൾ കരിങ്കൊടി പോലും കാണിക്കാൻ പാടില്ല എന്ന് പറയാം. മാസപ്പടിക്കാലത്ത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ നാവ് ഉപ്പിലിട്ടിരിക്കുകയായിരുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ്. മുഖ്യമന്ത്രിയെ വിമർശിച്ചാൽ റിയാസിന് മാത്രമേ നോവൂ. പിണറായിയും സുരേന്ദ്രനും ധാരണയാണ്. പിണറായി സഹായിച്ചില്ലെങ്കിൽ സുരേന്ദ്രൻ ജയിലിൽ കിടന്നേനെയെന്നും സതീശൻ പറഞ്ഞു. കാരണം മാസപ്പടി വിവാദം വന്നപ്പോൾ അദ്ദേഹം നാവ് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ്. പൊതുമരാമത്ത് മന്ത്രി ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ്, മിണ്ടിയിട്ടില്ല മാസപ്പടി വിവാദത്തെ പറ്റി. അദ്ദേഹം കൂടി ഇൻവോൾവ് ആണല്ലോ മാസപ്പടി വിവാദത്തിൽ, മിണ്ടിയിട്ടില്ല. അപ്പം നാവ് ഉപ്പിലിട്ട് വെച്ചിരിക്കുകയാണ്. ഇന്നലെ പറഞ്ഞു എന്നോട് കണ്ണാടി നോക്കാൻ പറഞ്ഞു. ഞാൻ ലജ്ജ കൊണ്ട് തലകുനിക്കുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ അപമാനകരമായി ചെയ്യേണ്ട ഒരു കാര്യം ചെയ്തിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അഭിമാനത്തോടു കൂടി തല ഉയർത്തി നിൽക്കാൻ പറ്റും. ഓരോരുത്തരുടെ ആത്മവിശ്വാസമല്ലേ, ബാക്കിയുള്ളവരാ വിലയിരുത്തേണ്ടത്. ഈ പൊതുമരാമത്ത് മന്ത്രി ഒന്ന് കണ്ണാടിയിൽ പോയി നോക്കിയാൽ എങ്ങനെയാണ് ഈ സ്ഥാനത്ത് എത്തിയത് എന്നുള്ളതിന്റെ പൂർവ്വകാല കഥകൾ മുഴുവൻ അറിയും. പന്തളം NSS കോളേജിൽ SFI ABVP പ്രവർത്തകർ ഏറ്റുമുട്ടി. 7 പേർക്ക് പരിക്കേറ്റു. ശശി നാരായണൻ ചേരുന്നു. ശശി, എന്താണ് കോളേജിൽ സംഭവിച്ചത്? ആർക്കാണ് പരിക്കേറ്റത്? ധന്യ, ഇന്ന് പന്തളം NSS കോളേജിലെ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിപാടിക്കിടയിലാണ് ഈ SFIയും അതുപോലെ ABVP പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടിയത്. വലിയ സംഘർഷമാണ് ഉണ്ടായത്. 7 പേർക്ക് പരിക്കേറ്റു. SFIയുടെ ചെയർമാൻ അടക്കമുള്ള 7 വിദ്യാർത്ഥികൾക്കാണ് ഈ സംഘർഷത്തിൽ പരിക്കേറ്റത്. ഈ പരിക്കേറ്റവരെ പന്തളത്തെ NSSന്റെ തന്നെ ഹോസ്പിറ്റലിൽ പ്രവേശിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസ് ഇത് സംബന്ധിച്ച് കേസെടുത്തിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ABVP ആണ് കഴിഞ്ഞ യൂണിയൻ തെരഞ്ഞെടുപ്പിലെല്ലാം ജയിച്ചത്. ഇപ്രാവശ്യമാണ് SFI യൂണിയൻ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. അതിനുശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള ചില തർക്കങ്ങളാണ് ഈ ക്രിസ്മസ് ആഘോഷവുമായി ബന്ധപ്പെട്ടുണ്ടായത്. അതിനെ ചൊല്ലിയുള്ള തർക്കവും വാക്കേറ്റമാണ് പിന്നീട് സംഘർഷത്തിന് കാരണമായത് തന്നെയാണ്. നന്ദി ശശി. വണ്ടിപ്പെരിയാറിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടി. 6 വയസ്സുകാരി പീഡനത്തിനിരയായി കൊല്ലപ്പെട്ട കേസിലെ വിധിക്കെതിരെ യൂത്ത് കോൺഗ്രസ് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിന് പിന്നാലെയാണ് സംഘർഷം. മാർച്ച് അവസാനിപ്പിച്ച് മടങ്ങിയ യൂത്ത് കോൺഗ്രസുകാരെ ഡിവൈഎഫ്ഐക്കാർ തടയാൻ ശ്രമിച്ചതാണ് സംഘർഷത്തിലേക്ക് നയിച്ചത്. പരസ്പരം കയ്യേറ്റം നടത്തിയ പ്രവർത്തകർ കല്ലേറും നടത്തി. തുടർന്ന് പോലീസ് ലാത്തിവീശി. ഇതേ തുടർന്ന് ഏറെ നേരം സംഘർഷാവസ്ഥ നിലനിന്നു. യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിനിടയിലും സംഘർഷമുണ്ടായി. മാർച്ചിന് നേരെ പോലീസ് ലാത്തിവീശുകയും ചെയ്തു. ഭിന്നശേഷിക്കാരിയായ 8 വയസ്സുള്ള പെൺകുട്ടിയെ മാതാവ് കിണറ്റിൽ തള്ളിയിട്ട് കൊലപ്പെടുത്തി. ചിറയൻകീഴ് ചിലമ്പിൽ പടുവത്ത് വീട്ടിൽ അനുഷ്കയാണ് കൊല്ലപ്പെട്ടത്. അമ്മ മിനി രാവിലെ പോലീസ് സ്റ്റേഷനിലെത്തി മകളെ കൊലപ്പെടുത്തിയെന്ന് വെളിപ്പെടുത്തുകയായിരുന്നു. ചൊവ്വാഴ്ച മുതൽ അമ്മയെയും മകളെയും കാണാനില്ലായിരുന്നു. മകളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ ശേഷം കിണറ്റിൽ തള്ളിയിടുകയായിരുന്നുവെന്ന് മിനി മൊഴി നൽകി. ചൊവ്വാഴ്ച മുതൽ ഇരുവരെയും കാണാനില്ലായിരുന്നു. ഇവർക്കായി ചിറയൻകീഴ് പോലീസിൽ പരാതി നൽകിയിരുന്നു. സമ്മേളന അജണ്ടയിലുണ്ടായിരുന്ന ബില്ലുകളെല്ലാം പാസാക്കി ലോക്സഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. നാളെ സഭാ സമ്മേളനം അവസാനിക്കാനിരിക്കെയാണ് ലോക്സഭ ഒരു ദിവസം മുന്നേ പിരിഞ്ഞത്. ഏറെ വിവാദങ്ങൾക്കും മുൻകാലങ്ങളിൽ കണ്ടിട്ടില്ലാത്ത നടപടികൾക്കും സാക്ഷിയായാണ് സഭ പിരിഞ്ഞത്. സഭയ്ക്കുള്ളിൽ പ്രതിഷേധിച്ചതിന് 3 പ്രതിപക്ഷ എംപിമാരെ കൂടി സസ്പെൻഡ് ചെയ്തു. ഇതോടെ 100 എംപിമാരെയാണ് ഈ സമ്മേളന കാലയളവിൽ ലോക്സഭ സസ്പെൻഡ് ചെയ്തത്. രാജ്യസഭയിൽ നിന്ന് 46 എംപിമാരെയും സസ്പെൻഡ് ചെയ്തിരുന്നു. രാജ്യസഭ നാളെയും സമ്മേളിക്കും.
ജമ്മുകാശ്മീരിലെ പൂഞ്ചിൽ സൈന്യത്തിന് നേരെ തീവ്രവാദി ആക്രമണം. സൈന്യം സഞ്ചരിച്ച വാഹനത്തിന് നേരെ ഒളിഞ്ഞിരുന്ന തീവ്രവാദികൾ വെടിവെക്കുകയായിരുന്നു. സൈന്യവും തീവ്രവാദികളും തമ്മിൽ ഏറ്റുമുട്ടൽ തുടരുന്നു. ഒരു മാസത്തിനിടെ പൂഞ്ചിൽ സൈന്യത്തിന് നേരെയുണ്ടാകുന്ന രണ്ടാമത്തെ ആക്രമണമാണിത്. ഇന്നലെ ആംഡ് ബറ്റാലിയന്റെ MES കെട്ടിടത്തിന്റെ സമീപം ചെറു സ്ഫോടനവും ഉണ്ടായിരുന്നു. ഇതിന് തീവ്രവാദ ബന്ധമുണ്ടോ എന്ന് കണ്ടെത്തിയിട്ടില്ല. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KSFE ഡയമണ്ട് ശബരിമല വാർത്തകൾ. ശബരീശ ദർശനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വ്രതശുദ്ധിയുടെയും നന്മയുടെയും നാളുകൾ പരിശുദ്ധമാക്കാം മിൽമയ്ക്കൊപ്പം. മിൽമ, കേരളം കണികണ്ടുണരുന്ന നന്മ. സന്നിധാനത്ത് തിരക്ക് നിയന്ത്രണ വിധേയം. പമ്പ മുതൽ സന്നിധാനം വരെ അയ്യപ്പന്മാർക്ക് എവിടെയും നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടില്ല. CB അനുമോദന്റെ റിപ്പോർട്ട്. ശബരിമലയിൽ ഇന്ന് തിരക്ക് നിയന്ത്രണ വിധേയമാണ്. ഇതുവരേക്കും 60,000-ന് മുകളിൽ അയ്യപ്പന്മാർ മാത്രമാണെന്ന് പടി കയറിയിട്ടുള്ളത്. മണിക്കൂറിൽ 4,000-ന് മുകളിൽ അയ്യപ്പന്മാരെ 18-ാം പടി കയറ്റുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എവിടെയും അയ്യപ്പന്മാർക്ക് കാത്തു നിൽക്കേണ്ട സാഹചര്യം ഇപ്പോഴില്ല എന്നുള്ളതാണ്. പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് വളരെ വേഗത്തിൽ സുഗമമായി നടന്നെത്താനുള്ള കഴിയുന്ന ഒരവസ്ഥയാണ്. നേരത്തെ രാവിലെയൊക്കെ തന്നെ മരക്കൂട്ടവും വിവിധയിടങ്ങളിലും അയ്യപ്പന്മാരെ ഏറെ സമയം നിയന്ത്രിച്ചിരുന്നിരുന്നു. പക്ഷേ ഇപ്പോൾ നിയന്ത്രണങ്ങളൊന്നുമില്ല. വളരെ വേഗത്തിൽ അയ്യപ്പന്മാർക്ക് സന്നിധാനത്തെത്താൻ കഴിയുന്ന ഒരു സാഹചര്യം. തിരക്ക് നിയന്ത്രണ വിധേയമാണ്. പമ്പയിലേക്കുള്ള അയ്യപ്പന്മാരുടെ ഒഴുക്കും വളരെ ഇന്നലത്തെ അപേക്ഷിച്ച് കുറവാണ്. അതുകൊണ്ട് തന്നെ പമ്പയിലേക്കും നിലയ്ക്കലിലേക്കും അയ്യപ്പന്മാരുടെ വാഹനങ്ങളും സുഗമമായിട്ട് കടന്നെത്തുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഇതൊരു അവധിക്ക് മുൻപുള്ള ദിവസമാണ്. ക്രിസ്മസ് അവധി തുടങ്ങുന്നത് നാളെയും മറ്റന്നാളുമൊക്കെ ആയിട്ടാണ്. സ്വാഭാവികമായിട്ടും ഇനിയുള്ള ദിവസങ്ങളിൽ തിരക്ക് വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. എന്നാണെങ്കിലും ഇപ്പോൾ ഇതുവരേക്കും തിരക്ക് നിയന്ത്രണ വിധേയമായ ഒരു സാഹചര്യം തന്നെയാണ് നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മഴ ആശങ്കയായിട്ട് വരുന്നുണ്ട്. മഴമേഘങ്ങൾ ആകാശത്ത് നിറഞ്ഞിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഇത് ആശങ്ക ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. കാരണം മഴ പെയ്തു കഴിഞ്ഞാൽ രാത്രി എത്തുന്ന അയ്യപ്പന്മാർക്ക് വിരിവയ്ക്കാനും മറ്റും ബുദ്ധിമുട്ടുണ്ടാകും. നിലവിൽ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. ഇന്നലത്തെ അപേക്ഷിച്ച് തിരക്ക് ഇന്ന് വളരെ കുറവാണ് സന്നിധാനത്ത്. KPS അന്വേഷണമൊപ്പം CB അനുമോദ്, ന്യൂസ് 18. ഗവർണർക്കെതിരെ നിർണായക നീക്കവുമായി സർക്കാർ. ഗവർണർ ഭരണഘടനാ ചുമതലകൾ നിർവഹിക്കുന്നില്ലെന്ന് ആരോപിച്ച് രാഷ്ട്രപതിക്ക് കത്തയച്ചു. നിരന്തരമായി പ്രോട്ടോകോൾ ലംഘനം നടത്തുന്നു എന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചാണ് മുഖ്യമന്ത്രിയുടെ കത്ത്. സംസ്ഥാനത്തെ ഭരണഘടനാ സംവിധാനങ്ങൾ തകർന്നുവെന്ന ഗവർണറുടെ വാർത്താക്കുറിപ്പിനെ പരാമർശം ശ്രദ്ധയിൽപ്പെട്ട സർക്കാർ അപകടം മുൻകൂട്ടി കാണുകയായിരുന്നു. അതുകൊണ്ടാണ് ഗവർണർക്ക് മുൻപേ രാഷ്ട്രപതിയെ സമീപിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. ഗവർണർ സംസ്ഥാനത്തെ ക്രമസമാധാനം തകരാറിലാക്കുന്നു, ഭരണഘടനാ തത്വങ്ങൾ പാലിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാഷ്ട്രപതിക്ക് കത്തയച്ചത്. നേരത്തെ തന്നെ മുഖ്യമന്ത്രി സൂചനകൾ നൽകിയിരുന്നു. പ്രധാനമന്ത്രിക്കും കേന്ദ്ര സർക്കാരിനും മാത്രമല്ല രാഷ്ട്രപതിക്കും കത്തയക്കുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞിരുന്നു. അതാണ് ഇപ്പോൾ സർക്കാർ ചെയ്തിരിക്കുന്നത്. സംസ്ഥാനത്തെ ക്രമസമാധാനം തകരാറിലാക്കാൻ ഗവർണർ മുൻകൈയെടുക്കുന്നു. പ്രോട്ടോകോൾ നിരന്തരം ലംഘിച്ചുകൊണ്ട് ഗവർണർ തെരുവിലിറങ്ങി നടക്കുന്നത് സംസ്ഥാനത്തെ ക്രമസമാധാനം തകരാറിലാക്കാൻ ഇടയാക്കുമെന്നാണ് മുഖ്യമന്ത്രിയുടെയും ആശങ്ക, ആക്ഷേപം. അത് വ്യക്തമായിക്കൊണ്ടാണ് ഗവർണർ നിയന്ത്രിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരമൊരു കത്ത് മുഖ്യമന്ത്രി കേന്ദ്രത്തിന് രാഷ്ട്രപതിക്ക് അയച്ചത്. എനിക്കാരെയും അംഗീകരിക്കേണ്ട കാര്യമില്ല, ഞാൻ തോന്നിയത് ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സാധാരണ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ പ്രതികരണ രീതിയല്ലത്. അപ്പോൾ നാട്ടിൽ പ്രകോപനം സൃഷ്ടിച്ച് സംഘർഷാന്തരീക്ഷം ഉണ്ടാക്കുക, അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാണ്. ഇനി ഇക്കാര്യത്തിൽ ഗവർണറുടെ നീക്കം വളരെ പ്രധാനപ്പെട്ടതാകും. എങ്ങനെയാണ് ഗവർണർ ഈ കത്തിന് മറുപടി നൽകുക? എന്താണ് സ്വാഭാവികമായും ഗവർണർക്കെതിരെ നീക്കം രാഷ്ട്രപതിയുടെ ഭാഗത്തുനിന്നോ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നോ ഉണ്ടാകുമെന്ന് സർക്കാർ കരുതുന്നില്ലെങ്കിലും ഒരു നിയമ പോരാട്ടം നടത്തേണ്ടി വന്നാൽ, സുപ്രീം കോടതി അടക്കം പോകേണ്ടി വന്നാൽ ഇത്തരമൊരു കത്ത് ഭാവിയിൽ ഗുണം ചെയ്യുമെന്ന് സർക്കാർ കരുതുന്നു. അതുകൂടി മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് സർക്കാർ ഇത്തരമൊരു കത്ത് അയച്ചിരിക്കുന്നത്. ഏതായാലും ഗവർണറുടെ ഭാഗത്ത് കൂടുതൽ കടുത്ത നീക്കങ്ങൾ ഉണ്ടാകുമെന്നും സർക്കാർ പ്രതീക്ഷിക്കുന്നുണ്ട്. ഗവർണർ സർക്കാർ പോര് പുതിയ തലത്തിലേക്ക്, ഒരുപക്ഷെ സംസ്ഥാനം മുമ്പെങ്കും കണ്ടാത്ത തരത്തിലേക്ക് ഒരു ഗവർണർക്കെതിരെ ഒരു മുഖ്യമന്ത്രി അതൃപ്തി പരസ്യമാക്കുകയാണ് ചെയ്തത്. അത് ഗവർണറെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ട് നേരത്തെ പ്രതിപക്ഷം സഭയിൽ പ്രമേയം കൊണ്ടുവരാൻ ശ്രമിച്ചിരുന്നു. അതിനെ സർക്കാർ അന്ന് എതിർത്തിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല. ഗവർണറുടെ നീക്കങ്ങൾ സർക്കാരിന് നിരന്തരം തിരിച്ചടിയാകുന്നു, തലവേദനയാകുന്നു. സംസ്ഥാനത്തെ ഭരണത്തെ തന്നെ ഇല്ലാതാക്കാൻ ഗവർണർ ശ്രമിക്കുന്നു എന്ന ബോധ്യം സർക്കാരിനുണ്ടാകും. അതുകൊണ്ട് ഗവർണർക്കെതിരെ ഇത്തരം ഒരു കത്തയക്കുമ്പോൾ സ്വാഭാവികമായും
അത് ഗവർണറെ വേണ്ട എന്ന ഈ ഗവർണർ വേണ്ട എന്ന സംസ്ഥാന സർക്കാർ നിലപാട് കൂടിയായി അത് വ്യാഖ്യാനിക്കപ്പെടും. ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് ഈ കത്തിൽ ആവശ്യപ്പെടുന്ന സൂചനകളിലെങ്കിൽ പോലും അത്തരമൊരു നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഗവർണർക്കെതിരെ മുഖ്യമന്ത്രി. നാട്ടിലെ സമാധാന അന്തരീക്ഷം ഇല്ലാതാക്കാൻ ഗവർണർ ശ്രമം നടത്തുന്നുണ്ടെന്ന് മുഖ്യമന്ത്രി. ആരെയും അനുസരിക്കേണ്ട കാര്യമില്ല എന്നാണ് ഗവർണറുടെ നിലപാട്. ഗവർണറുടെ കെണിയിൽ SFI വീഴാത്തത് അഭിനന്ദനാർഹമെന്നും മുഖ്യമന്ത്രി. കേരളത്തിൻ്റെ സമാധാനപരമായ അന്തരീക്ഷത്തെ അത് തുറന്നു കൊണ്ടുപോകുന്നതിന് പറ്റുന്ന നിലപാടല്ല സ്വീകരിച്ചിട്ടുള്ളത്. ഇത് നിങ്ങളെ സുഹൃത്തുക്കൾ തന്നെ ചോദിച്ചപ്പോൾ എനിക്കാരെയും അംഗീകരിക്കേണ്ട കാര്യമില്ല, ഞാൻ തോന്നിയത് ചെയ്യുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സാധാരണ ഉത്തരവാദപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരാളുടെ പ്രതികരണ രീതിയല്ലത്. അപ്പോൾ നാട്ടിൽ പ്രകോപനം സൃഷ്ടിച്ച് സംഘർഷാന്തരീക്ഷം ഉണ്ടാക്കുക, അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചതെന്ന് വ്യക്തമാണ്. റിലയൻസ് ജിയോയ്ക്ക് 43.7 ലക്ഷം പുതിയ വരിക്കാർ. കേരളത്തിൽ നിന്നുള്ള 82,000 കണക്ഷനുകളും ഉൾപ്പെടും. സെപ്റ്റംബർ മാസത്തിലാണ് 82,000 പുതിയ വരിക്കാരുണ്ടായത്. ഇതോടെ കേരളത്തിലെ മൊത്തം വരിക്കാരുടെ എണ്ണം 1,05,00,000 മുകളിലെത്തി. ഗൂഗിൾ മൾട്ടിമീഡിയ ആൻഡ് ടെക്നോളജിയുടെ മിറാക്കിൾ നൈറ്റ് 2023 കഴക്കൂട്ടം അൽസാജ് കൺവെൻഷൻ സെന്ററിൽ നടന്നു. മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയുടെ ഭാഗമായി വിവിധ സന്നദ്ധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. നിർധനരായ വിദ്യാർത്ഥികൾക്കുള്ള വിദ്യാഭ്യാസ സഹായം, ഭിന്നശേഷിക്കാരായ കുട്ടികൾക്കുള്ള ചികിത്സാ സഹായം, വിദ്യാഭ്യാസ സഹായം, ക്യാൻസർ രോഗികൾക്കുള്ള ചികിത്സാ സഹായം എന്നിവ അർഹരായവർക്ക് കൈമാറി. താരങ്ങളായ ഹണി റോസ്, മണിയൻപിള്ള രാജു, ദേവൻ, ഇഷ ആനന്ദ്, പ്രമുഖ മേക്കപ്പ് ആർട്ടിസ്റ്റ് ജാൻമണി തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്തു. വാർത്തയിൽ നിന്ന് പൂർണ്ണമാവുന്നു. നമസ്കാരം. ഈ പരിപാടി